അന്യനായ ഒരു അതിഥി. ഹലോ, അതെ. ആ ഉണ്ട്, ഞാൻ വിളിക്കാം. മോനേട്ടാ ഫോൺ ഇപ്പൊ വരുവേ. ഞാൻ ചോദിച്ചില്ല. ഹലോ. നമസ്കാരം സാർ. എന്തൊക്കെയുണ്ട് വിശേഷം? സാറിപ്പോ എവിടുന്നാ? അതെയോ? അയ്യോ, എനിക്കൊന്നും വിശേഷം സാർ. സുഖമായിരിക്കുന്നു. പ്രൊമോഷൻ ഇവിടെ ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. സർക്കാർ കാര്യമല്ലേ, താമസം ഉണ്ടാകും. എന്താ സാർ? എനിക്കറിയാം. ഓ, അത് ശരി. അതിനെന്താ ദിനേശനെ പറഞ്ഞിട്ടാ മതി. അയ്യോ, വീട്ടിൽ ഒന്നും കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ സാർ. നേരെ ആഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഞാൻ അപ്പൊ തന്നെ ശരിയാക്കി കൊടുത്തോളാം. അതെ. ഏയ്, സാറൊരു കാര്യം ആവശ്യപ്പെട്ടാ ഞാനത് താമസിപ്പിക്കുന്നു തോന്നുന്നുണ്ടോ? ഓ, ശരി ശരി സാർ. ഏതോ വൻ തോക്കാണെന്ന് തോന്നല്ലോ വിളിച്ചത്. അല്ലെങ്കിൽ ഇത്രയും അങ്ങ് ഭവ്യത കാണിക്കില്ലല്ലോ. വിനയം കൂടി കൂടി മോഹനെടുത്ത മുട്ട നിന്ന് പോകുന്നവരെ ഞാൻ പേടിച്ചുപോയി. വിളിച്ചത് ചെറിയ ആളല്ല, പുരുഷോത്തമൻ സാറാ. ഏത് പുരുഷോത്തമൻ? പണ്ട് ഇവിടെ തഹസിൽദാരായിരുന്ന പുരുഷോത്തമൻ സാർ എനിക്ക് ഓർമ്മയില്ലേ? അത് കഴിഞ്ഞ് അദ്ദേഹം പ്രൊമോഷൻ കിട്ടി ഡെപ്യൂട്ടി തഹസിൽദാരായി. കഴിഞ്ഞ വർഷം പെൻഷനായി പിരിയുകയും ചെയ്തു. ഓ, അപ്പൊ പഴയ മേലാഫീസറോടുള്ള വിനീത വിധേയത്വമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. നടക്കട്ടെ. നിനക്കെന്താ ഒരു പുച്ഛം? പുരുഷോത്തമൻ സാർ ഈ നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടപ്പെട്ട ഒരു തഹസീൽദാരായിരുന്നു. അങ്ങനെ ഒരാൾ വിളിക്കുമ്പോ ബഹുമാനത്തോടെയല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്? നിനക്ക് എങ്ങനെ മനസ്സിലാവാനാ? സ്വന്തം ഭർത്താവായി എന്നെ ബഹുമാനമില്ലാത്ത നിനക്ക് ബഹുമാനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനസ്സിലാവില്ലല്ലോ. പതിവില്ലാത്തൊരു രീതി കണ്ടുപോയത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് വിട്. അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. എന്നെ പിടിച്ചോണ്ടിരുന്നു. എന്നെ വിളിച്ച് സംസാരിക്കുന്നതും കാണാൻ വരുന്നതും ഒക്കെ വലിയ വലിയ ആളുകളാണ്. അല്ലാതെ നിന്നെ കാണാൻ വരുന്ന പോലെ പോക്കറ്റെടുക്കാരും മുച്ചീട്ട് കളിക്കാരൊന്നും അല്ല. അതങ്ങനെ ആയിക്കോട്ടെ. പുരുഷോത്തമൻ സാർ ഡെപ്യൂട്ടി കളക്ടറായ ആളാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോ എന്നെ കെ മോഹനകൃഷ്ണൻ വിളിച്ച കണ്ടോ? അതാണ് എന്റെ വില. എന്തിനങ്ങനെ വിളിച്ചത്? സാറിന് ഈ വില്ലേജിൽ കുറച്ച് ഭൂമിയുണ്ട്. അതിന്റെ കരമടയ്ക്കാനും ഒരു കൈവശ അവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ തരാനുമായി അദ്ദേഹത്തിന്റെ മകൻ ദിനേശൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ആഫീസിലേക്ക്. ഓ, അതായിരുന്നോ കാര്യം? അപ്പം മോഹനേട്ടനുള്ള സ്നേഹം കൊണ്ട് വിളിച്ചൊന്നും അല്ലല്ലേ? ഈ വില്ലേജിലുള്ള ഭൂമിയുടെ കരമടയ്ക്കാൻ ഈ വില്ലേജ് ഓഫീസ് തന്നെ വന്നല്ലേ പറ്റുള്ളൂ മോനേട്ടാ. പക്ഷേ കരമടയ്ക്കാൻ മകനെ വിടുന്നതിന് മുമ്പ് എന്നെ വിളിക്കാൻ തോന്നിയല്ലോ സാറിന്. പുരുഷോത്തമൻ സാർ സാധാരണക്കാരനുമല്ല, ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്ന ആളാണ്. അങ്ങേരുടെ മോനെ അയക്കുന്നതിന് മുന്നേ വില്ലേജ് ഓഫീസർ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് എളുപ്പമായിരിക്കുമെന്ന് അങ്ങനെ കരുതിയിട്ടുണ്ടാവും. അത് അങ്ങേരുടെ ആവശ്യമാണ്, അല്ലാതെ മോഹനേട്ടനെ ബഹുമാനിച്ചല്ല. അപേക്ഷയുമായി ദിനേശനെ ഇങ്ങോട്ട് വിടാന്നാണ് സാർ പറഞ്ഞത്. അത് എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടല്ലേ? എന്നിട്ടെന്താ ഇങ്ങോട്ട് വരണ്ടെന്ന് മോനോട് പറഞ്ഞത്? അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദിനേശൻ ഇങ്ങോട്ട് വന്നാൽ നീ മര്യാദയില്ലാതെ പെരുമാറിയാലോ എന്നെനിക്കൊരു പേടിയുണ്ട്. മോഹനകൃഷ്ണ സാറിന്റെ ഭാര്യ ഒരു അഹങ്കാരിയാണ് എന്ന് ദിനേശൻ ചെന്ന് പുരുഷോത്തമൻ സാറിനോട് പറഞ്ഞാൽ എന്റെ മാനാണ് പോകുന്നത്. രണ്ട്, എന്റെ ആഫീസിൽ 3 പേരുണ്ടല്ലോ, സ്വയം പ്രഭയും ശിശുപാലനും കാഞ്ചനയും. എനിക്ക് പുരുഷോത്തമൻ സാറുമായിട്ടുള്ള അടുപ്പം എന്താണ് എന്ന് അവർ കൂടി അറിയട്ടെ. പുരുഷോത്തമൻ സാർ എന്നെ വിളിച്ച് സഹായം ചോദിച്ചതും അദ്ദേഹത്തിന്റെ മകൻ എന്നെ കാണാൻ വരുന്നതൊക്കെ അവർക്കൊരു അത്ഭുതമായിരിക്കും. അയ്യോ, എന്താ? എനിക്ക് രാവിലെ താലൂക്ക് ഓഫീസിൽ പോണ്ട്. ദിനേശപരമതി ഹലോ, ശിശുപാല മോഹനകൃഷ്ണ സാറാ. എന്താ സാർ? ശിശുപാലൻ ഇപ്പൊ എവിടെ എത്തി? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി സാർ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്.
നമ്മുടെ പഴയ തഹസിൽദാർ പുരുഷോത്തമൻ സാറിന്റെ മകൻ ദിനേശൻ 10 മണിയാകുമ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് വരും. എന്താ സാർ കാര്യം? കരമടച്ച് രസീത് വാങ്ങാനാണ് വരുന്നത്. കൂട്ടത്തിൽ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയും കാണും. ആ, ഞാൻ താലൂക്ക് ഓഫീസിൽ പോയിട്ടേ വരൂ. എങ്ങനെയായാലും വില്ലേജ് ഓഫീസിൽ എത്തുമ്പോ 10:45 ഒക്കെ ആകും. ആ. ദിനേശൻ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകില്ല എന്നാണ് അർത്ഥം. ഞാൻ വരുന്നതുവരെ ദിനേശനെ ഓഫീസിൽ തന്നെ ഇരുത്തണം. ഓ ശരി സാർ. പിന്നെ വളരെ മാന്യമായിട്ട് വേണം നിങ്ങൾ പെരുമാറേണ്ടത്. എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. ഇല്ല സാർ. നമ്മുടെ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നതെന്ന് ദിനേശനും തോന്നണം. എങ്കിലേ അതുപോലെ ദിനേശൻ ചെന്ന് പുരുഷോത്തമൻ സാറിനോട് പറയും. എനിക്കറിയാം സാർ. ആ ശരി. ഈ പുരുഷോത്തമൻ സാർ റിട്ടയർ ചെയ്തൊന്നല്ലേ മോനോട്ട് പറഞ്ഞത്? അതെ. പിന്നെ എന്തിനാണ് അങ്ങയുടെ മുന്നിൽ ഇങ്ങനെ നല്ല വിള ചമയുന്നത്? സർവീസിലിരുന്ന കാലത്ത് എന്നോട് വലിയ അടുപ്പം കാണിച്ച ആളാണ് പുരുഷോത്തമൻ സാർ. അതിന്റെ നന്ദി ഞാൻ തിരിച്ചു കാണിക്കണ്ടേ? അത് മാത്രമല്ല, റവന്യൂ വകുപ്പിലെ ഉയർന്ന ആളുകളുമായി പുരുഷോത്തമൻ സാറിന് ഇപ്പോഴും നല്ല അടുപ്പമുണ്ട്. അതായത് മേലധികാരികളെ സോപ്പിടാനുള്ളൊരു വളഞ്ഞ വഴി. എനിക്കത് അപ്പോഴേ തോന്നി. ഒന്നും കാണാതെ എന്റെ മോഹനോട് ഇത്ര മര്യാദക്കാരനാവില്ലല്ലോ. വേഗം പോയി കൈക്കെടുത്ത് വയ്ക്ക്. എനിക്ക് നേരത്തെ ഇറങ്ങണം. കൃത്യം 10 മണിക്ക് തന്നെ എനിക്ക് താലൂക്ക് ഓഫീസിൽ എത്താനുള്ളത്. ഓ, ഉത്തരവ് പോലെ. അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അതെ. വക്കീലിനെ ഒന്ന് വിളിക്കേ. ഞാൻ വക്കീലിന്റെ ഒരു സ്ഥിരം കക്ഷിയാ. ഒരുപാട് കേസുകൾ ഞാൻ വക്കീലിന് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഹാമേ, നമ്മളാരാ? വക്കീലിന്റെ ഹസ്ബൻഡാ. ഞാൻ കേട്ടിട്ടുണ്ട് വില്ലേജ് ഓഫീസറാണല്ലേ? ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായിട്ടാ അടുപ്പം. വില്ലേജ് ഓഫീസിലൊന്നും വരേണ്ട കാര്യം എനിക്കില്ല. ആഹാ, ദാസപ്പൻ ചേട്ടനോ? എന്താ ചേട്ടാ വിശേഷം? ദാ, ഈ ഫയല് വക്കീലിന് തരാൻ വേണ്ടി വന്നതാ. 10 മണിയാവുമ്പോ ഞാൻ കോട്ടയത്ത് പോകും. ഇത് തന്നിട്ട് പോകാന്ന് കരുതി. മോഹനേട്ടാ, ഇത് ദാസപ്പൻ ചേട്ടൻ. പുള്ളിക്കാരൻ 1-2 കേസുകൾ ഞാൻ വാദിക്കുന്നുണ്ട്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന നന്നായി. ഇല്ലെങ്കിൽ മൂന്നാമതൊരു കേസ് കൂടി ഉണ്ടായേനെ. അതേത് കേസ്? ഞാൻ ഇയാളുടെ പല്ലടിച്ച് താഴെ അപ്പനെ പോലീസ് പിടിക്കില്ലേ? അപ്പൊ ഒരു കേസാവുമല്ലോ. മോഹനേട്ടാ, മേലിൽ ഇത്ര ആൾക്കാരോട് വക്കീൽ ഓഫീസ് ഒന്നും പറയണം. ഇതെന്റെ വീടാണ്. ഇവിടെ ഇത്തരം അലവലാദികൾ കയറി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അറിയോ? അഹങ്കാരി. എന്താ ദാസപ്പൻ ചേട്ടാ പ്രശ്നം? എനിക്കറിയില്ല. ശരി, ദാസപ്പൻ ചേട്ടൻ ചെല്ല്. എന്ത് വൃത്തിയാണ് ആ പറഞ്ഞിട്ട് പോന്നത്? എന്നെ കാണാൻ വന്ന് എന്റെ ഒരു കക്ഷിയെ തല്ലൂന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാ? ഞാൻ അത് പറയുന്നതിന് മുൻപ് അയാൾ എന്നോട് പറഞ്ഞ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാമോ? എന്ത് പറഞ്ഞു? വന്ന പാടെ അടൂർ സത്യഭാമ ഇല്ലേ എന്നൊരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിളിക്കുവോ? എന്ത് അങ്ങനെ ധിക്കാരത്തോട് സംസാരിക്കാൻ ഞാൻ ഇവിടത്തെ വേലക്കാരനല്ലോ. എല്ലാവരും മോഹനേട്ടൻ വിചാരിക്കുന്ന പോലെ തന്നെ പെരുമാറണം, സംസാരിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അത് കഴിഞ്ഞ് അയാൾ എന്നോട് ചോദിക്കുക നമ്മളാരാ എന്ന്. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ഞാൻ ആരായെന്ന് ചോദിക്കുന്ന എന്താ ചെയ്യേണ്ടത്? എന്താ എന്നെ കാണാൻ നിന്റെ ഭർത്താവിന് തോന്നില്ലേ? അത് കഴിഞ്ഞ അടുത്ത അഭ്യാസം. എനിക്ക് വില്ലേജ് ഓഫീസർമാരൊന്നും പരിചയമില്ല. വലിയ ആൾക്കാരുമായിട്ടാണ് അടുപ്പൊന്ന്. വില്ലേജ് ഓഫീസർ ഒരു വലിയ ആളാണെന്ന് അയാൾക്ക് അറിയാത്തത് എന്റെ കുറ്റാണ്. എന്റെ മോഹനേട്ടാ, ആളുകൾ ഇങ്ങനെ പലതരക്കാരല്ലേ. ചില ആളുകൾ അങ്ങനെയാണ് സംസാരിക്കാറുള്ളത്. അതൊക്കെ ക്ഷമിച്ചു കളയണം. എന്റെ വീട്ടിൽ വെച്ച് എന്നെ കളിയാക്കുന്നത് ഞാൻ എങ്ങനെ ക്ഷമിക്കും? മേലിൽ ഇത്തരം ആൾക്കാർ എന്റെ വീട്ടിൽ വന്നാൽ വരുന്നവനും വിവരം അറിയും, നീയും വിവരം അറിയും. ഓഫീസുകാരൊക്കെ ഓഫീസ് തീർത്തോളാം. ദാസപ്പൻ ചേട്ടന് കോട്ടയത്ത് പോകാനുള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കയറി വന്നത്. അതൊന്നും എനിക്ക് അറിയണ്ട. നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന പുരുഷോത്തമൻ സാറിന്റെ മകൻ ദിനേശനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത്? ഓഫീസ് വന്നാ മതി സാറേ എന്ന്.
അത് ഓഫീസിലുള്ളവർ വല്ല ആളാവും വേണ്ടിട്ട്. ഇപ്പൊ വന്ന ആ അലവരാധികളെ പോലുള്ളവരെ നീയും ആഫീസിലേക്ക് വിളിപ്പിച്ചാൽ മതി. ഇത്തരം മര്യാദകളൊക്കെ നിങ്ങൾ വക്കീലന്മാർക്ക് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും, കേമോഹന് ക്ഷമിക്കാൻ പറ്റില്ല. കാരണം അന്തസ്സും അഭിമാനമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്താ നേരത്തെ നമസ്കാരം സാർ. രാവിലെ സാർ ഓഫീസിലോട്ട് പോകുന്ന വഴി ആ ജോണിക്കുട്ടിയുടെ വീട്ടിന്റെ അതിരൊന്ന് തിരിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു. നടക്കില്ല. ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര തിരക്കിലാണ്. രാവിലെ 10 മണിക്ക് ഞാൻ താലൂക്ക് ഓഫീസിലെത്തണം. അതുകൊണ്ട് എന്നും പോകുന്നതിന് മുൻപേ ഞാൻ ഇവിടെ ഇറങ്ങേണ്ടതായിട്ട് വരും. ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആക്കിയാലോ സാറേ? ഉത്തമൻ ഒരു 12 മണിയാകുമ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് ഒന്ന് ഫോൺ ചെയ്യും. വൈകിട്ടത്തെ കാര്യം ഞാൻ അപ്പൊ പറയാം. ഓ ശരി സാർ, അപ്പൊ ഞാൻ വില്ലേജ് ഓഫീസിലോട്ട് ഫോൺ ചെയ്യാം. പിന്നെ ഉത്തമ, നമ്മുടെ പഴയ തഹസീൽദാർ പുരുഷോത്തമൻ സാറിനെ ഉത്തമൻ അറിയാമോ? അയ്യോ പിന്നല്ലേ, അറിയാം. പുരുഷോത്തമൻ സാർ ഇപ്പൊ ഡെപ്യൂട്ടി കളക്ടർ സാറേ ആയിരുന്നു. ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിഞ്ഞു. ആ പുരുഷോത്തമൻ സാർ കുറച്ചു മുൻപ് ഇവിടെ എന്നെ വിളിച്ച് ഒരു സഹായം ചോദിച്ചു. അയ്യോ, എന്താണ് സാറേ? കരവടയ്ക്കുന്ന കാര്യം. നമ്മുടെ നാട്ടിലെ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ പോലും വില്ലേജ് ഓഫീസിൽ നിന്ന് കരവടയ്ക്കാറുണ്ട്. ഈ കരവടയ്ക്കാൻ വില്ലേജ് ഓഫീസറുടെ സഹായം എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കരമടയ്ക്കാനായിരിക്കും, പക്ഷേ മകനെ പറഞ്ഞു വിടുന്നതിന് മുൻപ് എന്നെ വിളിച്ച് അറിയിച്ചില്ലേ അദ്ദേഹം? പുരുഷോത്തമൻ സാറിനെ പോലെ ആൾ വിളിക്കുന്നത് ചെറിയ കാര്യമാണോ ഉത്തമ? ഒരിക്കലും അല്ല, അതൊക്കെ ഭയങ്കര സംഭവമില്ലേ സാറേ. പുള്ളി ഡെപ്യൂട്ടി കളക്ടർ അല്ലേ? ഉത്തമന് അത് മനസ്സിലായി, കാമയ്ക്ക് അത് മനസ്സിലായില്ല. ഇതിൽ ഇത്ര വലിയ സംഭവം എന്താ എനിക്ക് മനസ്സിലായില്ല. അതൊരു വലിയ സംഭവമാണോ അല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അതൊരു വലിയ സംഭവമാണ് എന്ന് ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജോണിക്കുട്ടിയുടെ സ്ഥലം ഇളക്കാൻ സാറ് വരൂല. നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ട് വക്കീലേ. നടക്കട്ടെ. ഓ ശരി. ഈ പറഞ്ഞ പുരുഷോത്തമൻ സാറേ തഹസിൽദാരായിരുന്നപ്പോഴേ മോഹനേഷ് സാറുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. ഡെപ്യൂട്ടി കളക്ടറായിട്ട് ആ പുള്ളിക്കാരൻ റിട്ടയർ ആയ. സെക്രട്ടേറിയറ്റ് വരെ നല്ല പിടിപാടാ. ചുമ്മാതല്ല അയാളുടെ മോൻ വരുന്നു കേട്ടപ്പോ സാർ ഇങ്ങനെ ആവേശം കാണിക്കുന്നത്. പുരുഷോത്തമൻ സാറുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കിയ ഭാവിയിൽ സാറിന് ഗുണം ചെയ്യുമല്ലോ. ഒന്നും കാണാതെ മോഹനേഷ് സാർ ഒരു കാര്യത്തിന് ഇറങ്ങില്ലെന്ന് നമുക്കറിഞ്ഞൂടെ? നമസ്കാരം. ഞാൻ ദിനേശ്. മോഹനകൃഷ്ണൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. മനസ്സിലായി, പുരുഷോത്തമൻ സാറിന്റെ മകനല്ലേ? അതെ. ഞങ്ങള് പുരുഷോത്തമൻ സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ഇരുന്നോളൂ. അയ്യോ അത് വേണ്ട, ഇങ്ങോട്ട് ഇരുന്നോളൂ. അയ്യോ വേണ്ട, ഞാനിവിടെ നിന്നോളാം. അല്ല സാറപ്പോ വരും? സാറ് താലൂക്ക് ഓഫീസിൽ പോയിട്ടേ വരൂ. ഓ, ദിനേശ് സാർ വരുമെന്നും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നും മോഹനേഷ് സാർ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കരം അടയ്ക്കണം. കാഞ്ഞന സാറേ, ആ കരം അടച്ച് റെസീറ്റ് അങ്ങ് കൊടുത്താട്ടെ. അപ്പോഴേക്കും ഞാൻ പോയി ഒരു ചായ മേടിച്ചോണ്ട് വരാം. അയ്യോ ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. കുറച്ച് വെള്ളം കിട്ടിയാൽ മതി. എന്നാ ആയിക്കോട്ടെ, ശിശുപാലൻ ഇപ്പൊ കൊണ്ടുവരാം. എടുത്തോണ്ട് വരും. അങ്ങോട്ട് കൊടുത്താൽ മതി. സാറെന്താണ് താമസിച്ചോ? മണി 10 കഴിഞ്ഞല്ലോ. ഞാൻ താലൂക്ക് ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിയാ. തഹസിൽദാരുമായി അത്യാവശ്യമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഓ സുഗുണ, ഇവിടെ വരും. ഈ വരയിൽ തക്കതായ എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ താമസിക്കില്ല എന്നുള്ള കാര്യം ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ടാണ് അവരാരും ചോദിക്കാത്തത്. അതുകൊണ്ട് തന്നെ സുഗുണൻ ആദ്യം ചോദിച്ച ചോദ്യം അനാവശ്യമായി. അല്ല സാറേ, ഞാൻ ചോദിച്ചത് ചോദിച്ചു. മേലിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. എന്റെ ശിശുപാലൻ സാറേ, ഞങ്ങൾ വന്നിട്ട് എത്ര നേരമായി? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? മോഹനേഷ് സാർ വരാതെ ഒന്നും നടക്കില്ല. എന്ന് പറഞ്ഞാ പോരല്ലോ, ഞങ്ങളുടെ കാര്യം നടത്താനല്ലേ ഈ വില്ലേജ് ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത്. അയാൾ ആ ഫയലൊക്കെ വലിച്ച് സാറ് വരുന്നുണ്ട്. സാറെത്തി. ഇനിയൊക്കെ നിങ്ങൾ സാറുമായിട്ട് അയക്കോ. എന്താ ശിവല്ല എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുന്നത്? ഓഫീസ് ജോലിയൊന്നുമില്ലേ? ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റണ്ടേ സാർ? എന്താ കുഴപ്പം?
സാറിനെ കാണാൻ വന്ന ദിനേശനില്ലേ അകത്തിരിപ്പുണ്ട്. എന്താ കട്ടുറുമ്പേ, വായാടി, നെയ്യുറുമ്പേ, നാടോടി. എന്താണെന്ന് നോക്കിയിട്ട് വരട്ടെ, നമുക്ക് മാറിയിരിക്കാം. ഇനിയിപ്പോ എന്താവും നീ എറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. 1000 ഷാപ്പുകൾ തുറക്കുന്നു. അങ്ങറിഞ്ഞോ ആ മേലെ മനത്ത് കട്ടുറുമ്പേ. നീലത്താമര മലരാണെന്ന് മോഹം മോഹം. എന്താ ശിശുമലത്? എന്താ ഇത്? എന്നോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ല സാർ. സാറിന് വേണ്ടപ്പെട്ടയാളാ, അയാൾ വരുമ്പോ കാര്യമായിട്ട് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ വന്നപ്പോഴേ വളരെ സ്നേഹത്തിൽ ഇടപെട്ടെ. സംസാരത്തിനിടയില് എന്നോട് അല്പം വെള്ളം ചോദിച്ചു, ഞാൻ അത് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഞങ്ങള് വന്ന് സ്ഥലം നോക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരാം. വലിയ ഉപകാരം. ആ. ദാ, വെള്ളം. ഗ്ലാസ് വേണം. കുപ്പിന്ന് കുടിക്കുന്ന എനിക്കിഷ്ടം. ഓ ആയിക്കോട്ടെ. അയ്യോ ഇതെന്താ? ഇതെന്താ ഇത്? ബ്രാൻഡിയ. വെള്ളം മാത്രമായിട്ട് കുടിക്കുന്ന എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അതുകൊണ്ടാ ഇത് രണ്ടും കൂടെ ചേർന്നാലേ ഗംഭീരാവും. ഈശ്വരാ, ഇതെന്താ കാണിക്കുന്നെ? ശിശുപാലനടാ. ശ്ശേ. ഇത് ശിശുപാലനടാ. പിന്നെ അങ്ങോട്ടൊരു അംഗമായിരുന്നു സാറേ. കുപ്പിയിലുള്ളത് കുടിച്ചതോടെ അയാളുടെ കലാപരിപാടി അങ്ങ് തുടങ്ങി. ദിനേശ് സാറേ, നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മനുഷ്യർക്കെല്ലാം ഇഷ്ടം പോലെ എടുത്തങ്ങ് കുടിക്കാമല്ലോ. സ്വർഗത്തിലെ വില്ലേജ് ഓഫീസിലെ ഫയലുകളെല്ലാം എടുക്കുമല്ലോ. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഒന്നുമില്ല. അറിഞ്ഞോ മേലെ മാലത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മാലത്ത് 1000 ഷാപ്പുകൾ. സഹി കേട്ടപ്പോ ഞങ്ങൾ പുറത്തു ചാടി. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ സർ? സാറേ, ഞങ്ങളൊക്കെ ഓരോ ആവശ്യത്തിന് 10 മണിയായപ്പോ വന്നതാ. അയാൾ കാരണം ഇതുവരെ ഒന്നും നടന്നില്ല. എന്താ ചെയ്യേണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. അയാള് സാറിന്റെ ആളാണെന്ന് ശിശുപാലൻ സാറ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുക. സാറിന് ഇത്തരം ആളുകളായിട്ടാണോ അടുപ്പം? കഷ്ടം തന്നെ സാറേ. ഇനി നോക്കി നിൽക്കാതെ ഒരു തീരുമാനം ഉണ്ടാക്കും സാറേ. ഇല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരെ വിളിച്ചു കൂട്ടും. ഇത് പ്രശ്നമാവേ. ശിശുമല ഒന്ന് വരൂ. ഞാനില്ല, സാറിന്റെ സ്വന്തം ആളല്ലേ. എന്താന്ന് വെച്ചാ സാറ് ചെയ്താ മതി. ഞങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ വരുന്ന ആളല്ലേ സാറ്? എന്നിട്ട് സാറിന്റെ വേണ്ടപ്പെട്ടവർ ഇങ്ങനെ. സാറേ, ഒരു തീരുമാനം പറയുന്നുണ്ടോ? അതോ ഞങ്ങൾ നാട്ടുകാരെ കൂട്ടണോ? വേണ്ട, നാട്ടുകാരൊന്നും കൂട്ടണ്ട. വായാടി, നെയ്യുറുമ്പേ, നാടോടി. നിലം പതുങ്ങി പൂവിനെന്തൊരു പാവം. നീലത്താമര മലരാണെന്ന് കട്ടുറുമ്പേ, വായാടി. ദിനേശ, അനിയ ദിനേശ, ഇതാര് മോഹനേശ്വര സാറോ? ഇപ്പോഴാണ് സാറേ ഈ ഓഫീസിലൊക്കെ വരുന്നത്. അല്ലാതെ ഞാന് 10 മണിക്ക് സാറ് വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി 10:45. വളരെ മോശമായി പോയി സാർ. വളരെ മോശമായി. നിങ്ങളൊക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ സാറേ? അനിയ, അത് ഒരു ദിനേശ, ഡീലിസ്. കുട്ടി വീട്ടിൽ പോണ്ടേ? എന്തിന്? ഇത് ഒരു സർക്കാർ ഓഫീസല്ലേ? ഓ,
ഓരോരോ ആവശ്യങ്ങൾക്കായി ആൾക്കാർ പുറത്തു നിൽപ്പുണ്ട്. അവിടെ നിക്കട്ടെന്ന്. അവന്മാരൊക്കെ അങ്ങനെ തന്നെ വേണം സാറേ, അങ്ങനെ തന്നെ വേണം. നിക്കട്ടെന്ന് അമ്മ കൂടാതെ. ദിനേശ, അവരവിടെ ദിനേശ, ദിനേശ, നിക്കട്ടെ സാറേ, അവരവിടെ ദിനേശ, നിക്കട്ടെ. എഴുന്നേൽക്കണം. എഴുന്നേൽക്കണം. ശരി, എഴുപ്പിക്കാനുള്ള നീ എന്താ വിചാരിച്ചത്? നിന്റെ അച്ഛൻ വലിയ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നോണ്ട് ഈ വില്ലേജ് ഓഫീസിനെ തറവാട് വിചാരിച്ചോ? നേരെ നിൽക്ക്. ഇങ്ങോട്ട് വാ. സാറേ ഏവരെ വരണം? വിടാം. അത് ഇറങ്ങാൻ പറഞ്ഞാ ഇറങ്ങിക്കോളണം. എന്റെ പൊന്നു എന്നോട് സാറേ. ഇറങ്ങ്. ഇറങ്ങ്. അല്ല ഈ ഡെപ്യൂട്ടി കളക്ടർ മോന്റെ അടുത്താണ് കളയുന്ന ഓർമ്മ വേണം. മോഹൻകാരി. ചുരുക്കി പറഞ്ഞ കൊട്ട് ഘോഷിച്ചോണ്ട് വന്നതിന്റെ പാരയായി. എന്നെ കാണാൻ വന്ന ആ ദാസപ്പചേട്ടൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ മോഹനേട്ടന് എന്തൊരു ബഹളമായിരുന്നു. ദാസപ്പചേട്ടനോട് അടിച്ച് പല്ല് താഴെയിടുന്നു വരെ മോഹനേട്ടൻ പറഞ്ഞു. അത് ഓർമ്മയുണ്ടല്ലോ. അവന് ഇവിടെ കയറി ഒന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ച ആരായാലും അങ്ങനെയൊക്കെ പറഞ്ഞു പോകില്ലേ? ദാസപ്പചേട്ടൻ വന്നത് ഇങ്ങോട്ടായതുകൊണ്ട് ആ സംഭവം ഞാനും മോഹനേട്ടൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ദിനേശൻ വന്നത് ആഫീസിലേക്ക് ആയതുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ മോഹനേട്ടന്റെ മാനം പോയി. ഡെപ്യൂട്ടി കളക്ടറെ മോൻ വരുന്നു, ഡെപ്യൂട്ടി കളക്ടറെ മോൻ വരുന്നു എന്ന് പറഞ്ഞ് എന്തോരോ പുകിലായിരുന്നു. എന്തായാലും വില്ലേജ് ഓഫീസിൽ കയറി വെള്ളമടിച്ച് അമ്മാതിരി അലമ്പുണ്ടാക്കണമെങ്കിൽ ചില്ലറ തൊലി കിട്ടിയൊന്നും പോരാ. ഞാൻ പുരുഷോത്തം സാറിനെ വിളിച്ചു. അപ്പൊ സാർ പറയാ ഒരു അവസരം കിട്ടിയാ ദിനേശൻ വെള്ളമടിച്ച് കളയും, കാണുന്നവരൊക്കെ അവിടെ കൂടുകയും ചെയ്യുന്നു. ആഫീസിൽ നിന്ന് അലമ്പുണ്ടാക്കുന്ന കരുതിയ സാറ് ദിനേശിനെ വീട്ടിലേക്ക് വിടാന്ന് പറഞ്ഞത്. ഇങ്ങോട്ട് വരാതിരുന്നത് എന്തായാലും നന്നായി. ഇവിടെ വന്ന അമ്മാതിരി വേഷം കെട്ടൽ വല്ലതും കാണിച്ചാലേ എന്റെ സ്വഭാവം മാറിയെന്നെ. സാരല്ലേ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആ ദാസപ്പചേട്ടനെ മര്യാദ പഠിപ്പിക്കാൻ പോയതിന് ദൈവം എന്നൊരു കൊച്ചു ശിക്ഷയായിട്ട് കണ്ടാ മതി. ഇപ്പൊ മോഹനേട്ടൻ മനസ്സിലായില്ലേ ആ ദാസപ്പചേട്ടൻ ഒരു പാവമായിരുന്നു. ഞാനൊരു ചായ എടുക്കാം. അത് കുടിച്ചു കഴിയുമ്പോ മോഹനേട്ടന് ഈ ക്ഷീണമൊക്കെ മാറും. പറയേ. മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്ന പലർക്കും പറ്റാറുള്ള ഒരു അബദ്ധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആളുകൾ പലരും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല എന്ന് തിരിച്ചറിയാൻ വൈകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. സാരമില്ല, ഇതിവിടം കൊണ്ട് തീർന്നല്ലോ എന്ന് സമാധാനിച്ച് ഇന്നത്തേക്ക് പിരിയാം. കാര്യം നിസ്സാരം.